നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ലിമിറ്റേഷൻസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ലിമിറ്റേഷനാണ് നമ്മൾ പറഞ്ഞു, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ എനർജി ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമുക്ക് ലിഗാൻസിനെ അറേഞ്ച് ചെയ്യാം. അതിനെയാണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുക. ആ സീരീസിൽ ലിഗാൻസിൻ്റെ ഓർഡറാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻസ് ആയിട്ടുള്ള BR- I- BR-, SCN-, Cl-, S2-, അത് കഴിഞ്ഞിട്ട് OH-, അങ്ങനെയുള്ള ലിഗാൻസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ അറ്റത്ത് വരുന്നത് എന്താണ്? NH3, EN, CN, CO പോലെയുള്ള ലിഗാൻസ് ആണ്. ഇതൊക്കെ ഇതിൽ മെജോറിറ്റി ന്യൂട്രൽ ലിഗാൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു, ഈ ലിഗാൻസിനാണ് കൂടുതൽ എന്തുള്ളത്? ഇലക്ട്രോൺസിനെ പേരിക്കാൻ സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ആണ് ഈ അറ്റത്ത് കിടക്കുന്നത്. ഇവിടെ ഈ ആദ്യത്തെ കാണിച്ചിരിക്കുന്നത് വീക്ക് ഫീൽഡ് ലിഗാൻഡുകളാണ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ പോസ്റ്റുലേറ്റ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ ഇതിന് എല്ലാ ചാർജസിനെയൊക്കെ മെറ്റൽ ലിഗാൻഡ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അയോണിക് ആണ്. ലിഗാൻസിനെ പോയിന്റ് ചാർജസ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. ലിഗാൻസ് ആർ കൺസിഡേർഡ് ആസ് പോയിന്റ് ചാർജസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് അതിനുണ്ടാവും. ഇനി ന്യൂട്രൽ ലിഗാൻസ് ആണെന്ന് വെക്കുക. ന്യൂട്രൽ ലിഗാൻസ് ആണെങ്കിൽ അതിനെ പോയിന്റ് ഡൈപോൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അയോണിക് ഇൻട്രാക്ഷൻ ആണ്, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അയണിക് ഇൻട്രാക്ഷൻ ആണ് നോക്കണമെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽസ് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യേണ്ടത് നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻസ് ആയിട്ടായിരിക്കണം അല്ലേ? പക്ഷേ സ്പെക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ ഓർഡറിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻസ് ആണ് വീക്ക് ഫീൽഡ് ലിഗാൻഡ്. ന്യൂട്രൽ ലിഗാൻസ് ഒക്കെ സ്പെക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ലോവർ എൻഡിലാണ്, ഈ റൈറ്റ് സൈഡിലാണ് കാണുന്നത്. ലോവർ എൻഡിൽ ആനയോണിക് ലിഗാൻസ് ലോവർ എൻഡിലാണ് കാണുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഒരു ലിമിറ്റേഷനാണ് എന്തുകൊണ്ടാണ് ഈ ആനയോണിക് ലിഗാൻഡ് ലോവർ എൻഡിൽ വരുന്നത്. നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ലോജിക്കലി ആലോചിക്കുകയാണെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പോയിന്റ് ഡൈപോൾസിനേക്കാളും കൂടുതൽ നെഗറ്റീവ് ചാർജുള്ള ആനയോണിക് ലിഗാൻസിന് എനർജി കൂടുതലാണ്. അപ്പോൾ അത് എന്ത് വേണം? കൂടുതൽ മെറ്റലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടതായിരുന്നു. നെഗറ്റീവ് ചാർജ് അതിലുണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള മെറ്റലും നെഗറ്റീവ് ചാർജുള്ള ലിഗാൻഡും തമ്മിൽ കൂടുതൽ ഇൻട്രാക്ഷൻ വേണമായിരുന്നു. പക്ഷേ നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻസ് ലോവർ എൻഡിലാണ്, സ്പെക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ ലോവർ എൻഡിലാണ് കാണുന്നത്. അത് വീക്ക് ഫീൽഡ് ലിഗാൻസിന് നമ്മൾ എക്സാമ്പിൾ ആണെന്ന് കൂടി പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തിനു സാധിച്ചില്ല? ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ചിട്ട് സാധിച്ചില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മെറ്റൽ ലിഗാൻഡ് ബോണ്ട് കംപ്ലീറ്റ്ലി അയോണിക് ആയിട്ടാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയുന്നത്. അതിലൊരു കോവാലന്റ് ഇൻട്രാക്ഷനെ കുറിച്ചൊന്നും ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മെറ്റൽ ലിഗാൻഡ് ബോണ്ട് അയോണിക് ആണ്. അതിലുള്ള കോവാലന്റ് ക്യാരക്ടറിനെ കുറിച്ചൊന്നും ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നാൽ കോവാലന്റ് ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്യുന്ന കോംപ്ലക്സുകളുമുണ്ട്. അപ്പോൾ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ചിട്ട് CFT വെച്ചിട്ട് സാധിച്ചില്ല. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് മേജറായിട്ട് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിലെ ലിമിറ്റേഷൻസ്. എന്നാൽ നമ്മൾ വാലൻസ് ബോണ്ട് തിയറിയിൽ പറഞ്ഞിട്ടുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാൻ അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ്, കളറ്, പിന്നെ അതുപോലെ തന്നെ സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് ഒക്കെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പക്ഷേ ഇത് രണ്ടും അതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് നിൽക്കുന്നു.